നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി. ഫാത്തിമ, ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് വസിയത്ത് പറയട്ടെ, അത് കേൾക്കുന്നതിന് എൻ്റെ ഉപ്പാടെ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ഒന്നുമില്ലല്ലോ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വാശിക്കാരിയല്ല, വാപ്പ പറഞ്ഞത് കേൾക്കാത്തയാളൊന്നുമല്ല. പക്ഷേ ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും രക്ഷിതാക്കൾക്കും മുത്ത മുസ്തഫ ഒരു വാചകത്തിലൂടെ മാതൃക കാണിക്കുകയാണ്. ഇങ്ങനെയാ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? മോളെ പാപ്പ നിന്നോട് പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കുന്നതിന് മോൾക്ക് യാതൊരു തടസ്സമില്ലല്ലോ. എന്താ തടസ്സമുള്ളത്? ഒന്നുമില്ലല്ലോ എന്ന് വളരെ ഹൃദ്യമായി ഹൃദയത്തിലേക്ക് തറക്കുന്ന വിധത്തിൽ അതിന്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയണം, മോളെ നിനക്കൊരു തടസ്സമില്ലല്ലോ. നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആവുമ്പോ ഞാൻ താഴെ പറയുന്ന ദിക്ർ ദുആ നീ എന്നും പതിവാക്കണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവേ, എല്ലാത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവായ അല്ലാഹുവേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. എന്താ നിന്നോട് സഹായം തേടുന്നത്? അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും അല്ലാഹ് നീ എനിക്ക് നന്നാക്കി തരണേ. ഇന്നത് എന്നൊന്നുകൂടെ പറഞ്ഞില്ല, എല്ലാം പെട്ടു. ദുന്യാവിലെ കാര്യങ്ങൾ പെട്ടു, ദീനിന്റെ കാര്യങ്ങൾ പെട്ടു, ആഖിറത്തിന്റെ കാര്യങ്ങൾ പെട്ടു. ഇതൊക്കെ വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. ആ ഒരൊറ്റ പ്രാർത്ഥന, എൻ്റെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെട്ടു. ദുന്യാവും ആഖിറവും എല്ലാം അതിൽപ്പെട്ടു. ഭാര്യ, മക്കള്, ഭർത്താവ്, കുടുംബജീവിതം, അതുപോലെ തന്നെ ജോലി, ഏത് കാര്യങ്ങളും എന്താവട്ടെ, ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, എന്തും അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ അല്ലാഹ്. വലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എന്നെ കൊള്ള തന്നെ, എന്നിലേക്ക് തന്നെ, തർഫത ഐൻ, ഒരു കണ്ണിമ പറ്റുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ ശ്രദ്ധിക്കാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചോ എന്ന പോലെ നീ എന്നെ വിടരുതേ. സദാ നിന്റെ കാവൽ എന്നിൽ ഉണ്ടാവണം, സദാ നിന്റെ നോട്ടം എന്നിൽ ഉണ്ടാവണം, സദാ നിന്റെ നിരീക്ഷണവും നിന്റെ റഹ്മത്തും നീ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. ഹയ്യായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ? ഇവിടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ? നമ്മൾ അറിയുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, സ്നേഹത്തോടെ അത് പറയുക. മുത്ത് മുസ്തഫ പലപ്പോഴും അങ്ങനെയായിരുന്നു.